ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഇരുമ്പുകട നടത്തിയിരുന്ന അയാളോടൊപ്പം പതിവായി കടയിലെത്തുന്ന മകൻ ഒരു ദിവസം ഇരുമ്പ് സാധനങ്ങളുടെ വില കണ്ടിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഒരു മനുഷ്യൻ്റെ വില എന്താണ്? അച്ഛൻ പറഞ്ഞു, മോനെ, മനുഷ്യൻ്റെ വില അമൂല്യമാണ്. അത് കണക്ക് കൂട്ടാൻ വലിയ പ്രയാസമാണ്. മകൻ ചോദിച്ചു, കുട്ടികൾക്കും വിലയുണ്ടോ? അച്ഛൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ അവർക്കാണ് വിലയുള്ളത്. നാളത്തെ രാഷ്ട്രം അവരുടെ കരങ്ങളിലാണ്. എന്നാൽ വിലയും ബഹുമാനവും ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവുമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. മകൻ അച്ഛനോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? ഒരു നിമിഷം നിശബ്ദനായിട്ട് അച്ഛൻ മകനോട് പറഞ്ഞു, നീ ആ സ്റ്റോറിൽ നിന്ന് ഒരു ഇരുമ്പ് ദണ്ട് എടുത്തുകൊണ്ടുവരൂ. അച്ഛൻ ചോദിച്ചു, ഇതുകൊണ്ട് നമ്മൾ വാച്ചിൻ്റെ ഒരു സ്പ്രിങ് ഉണ്ടാക്കിയാൽ എന്ത് വില വരും? ആകെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് മകൻ പറഞ്ഞു, വലിയ വില ലഭിക്കും. പിതാവ് പറഞ്ഞു, നമ്മുടെ വിലയും ഇതുപോലെയാണ്. നാം എന്താകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും വില. എന്നാൽ നാം എന്തായി തീരും എന്നത് അതിനേക്കാൾ വിലപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യരും വിലയുള്ളവരാണ്. എന്നാൽ യഥാർത്ഥ വില കൈവരിക്കത്തക്ക വിധം തക്ക സ്ഥാനത്ത് പലരും എത്തിച്ചേരുന്നില്ല. ഇന്ന് നാം ആരാണ്, എവിടെ ഇരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ വില നിർണ്ണയിക്കുന്ന ഘടകം. എന്നാൽ ഇന്നേക്കാൾ ഉന്നതമായ സ്ഥാനത്ത് നാളെ അനേകരും എത്തിച്ചേർന്നു എന്ന് വരാം. അപ്പോൾ അവരുടെ വിലയും മഹത്വവും വർദ്ധിക്കും. ഇന്ന് നാം ഏത് സ്ഥാനത്തായിരിക്കുന്നു എന്നതല്ല യഥാർത്ഥമായി നമ്മുടെ വില നിശ്ചയിക്കുന്ന ഘടകം. നാം എപ്രകാരമുള്ള വ്യക്തിയായിരിക്കുന്നു എന്നതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. സമ്പന്നരും ഉന്നതരുമായ പലരും എളിയവരും ദരിദ്രരും ആയവരെ അവഗണിക്കുന്നവരാണ്. അവർക്ക് സമൂഹം കാര്യമായ വില കൽപ്പിക്കാറില്ല. ഒരു മനുഷ്യൻ്റെ വില ആ വ്യക്തിയുടെ ആളത്വത്തിൻ്റെ വിലയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വില എപ്രകാരമാണ് എന്ന് ഒന്ന് സ്വയം ചിന്തിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വിലയുള്ളവരായി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വില, അതിൻ്റെ മഹത്വം എല്ലായ്പ്പോഴും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ രക്തം നൽകി ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ വിലയുള്ളവരാണെന്നുള്ള വലിയ ബോധത്തിൽ എല്ലായ്പ്പോഴും പാപത്തെ വെറുത്ത് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.